നേരും നിറയൊക്കെ നോക്കിയാ ജീവിക്കാൻ പറ്റുമോ? താങ്കളുടെ കൂടെ പുരുഷന്മാർ മാത്രമാണോ പഠിക്കുന്നത്? താങ്കളെ പുരുഷന്മാർ മാത്രമാണോ പഠിപ്പിക്കുന്നത്? എന്തോന്നോ ഒരു വാദിയാ, യുക്തിവാദി. താങ്കളുടെ ഒപ്പം സ്ത്രീകൾ ഉണ്ടായെങ്കിൽ അവരെ പഠിപ്പിക്കുന്നത് സ്ത്രീകൾ മാത്രമാണോ? നിങ്ങൾ ഒന്ന് നിർത്തുന്നുണ്ടോ? ഇല്ല, മിക്സിംഗ് ആണ്. അതായത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് എന്നുള്ളതാണല്ലോ പ്രശ്നം, അല്ലേ? അതൊരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. അതൊരു പ്രശ്നമാണോ? അതാണോ പ്രശ്നം യഥാർത്ഥത്തിൽ? അത് ഞങ്ങൾക്ക് അറിയാവൂ. അല്ല, തീർച്ചയായും അല്ല. ഞാൻ പറയുന്നത് ഒരു കാര്യം മാഷൊന്നും പറയണ്ട. അതായത് ഇപ്പോ ഞാൻ പഠിക്കുന്നത് പിന്നെ ഒരുമിച്ചല്ലേ, ഒരുമിച്ചാണ്. അതിൽ എനിക്ക് പ്രശ്നമില്ല. എന്നെ അനാട്ടമി പഠിക്കുന്നുണ്ട്, ഫിസിയോളജി പഠിക്കുന്നുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഫ്രീ മിക്സിംഗ് ഉണ്ടാവുമ്പോൾ ശരി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള പ്രതികരണം അനുസരിച്ച് സാംസ്കാരികമായി യോജിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ അതിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അറിഞ്ഞുകൊണ്ട് കുടിച്ചാടരുത്. തീർച്ചയായും നമ്മളവിടെ പറഞ്ഞൊരു ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൂംബ ഡാൻസ് എന്താണ് പ്രശ്നം? ഞാൻ എഴുതി തരാം. ലാറ്റിൻ അമേരിക്കൻ പോപ്പ് കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സൂംബ ഡാൻസ് വരുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞങ്ങൾക്കറിയാം. പിന്നെ സൂംബ ഡാൻസിന്റെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ ന്യൂമോണിയക്ക് അതിന്റെ എറ്റിയോളജി, അതിന്റെ പാത്തോജനിസിസ് അല്ലെ, അതിന്റെ കോംപ്ലിക്കേഷൻസ് അതെങ്ങനെ വരുന്നു മാത്രമല്ല, അപ്പോൾ ആ ഒരു കൾച്ചറിൽ നിന്ന് വരുന്ന ഒരു കാര്യം അത് ഉണ്ടാക്കുന്ന പ്രശ്നം. അത് ഇനിയിപ്പോ നമ്മൾ ഇത് ഏറ്റവും ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു അധ്യാപകൻ അദ്ദേഹം ഞാൻ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അയ്യപ്പൻ ബിടായി അടിക്കുമെങ്കിലും അതെ ഈ പറഞ്ഞൊക്കെ സത്യമാ. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് നിന്ന് ഒരു സംസ്കാരത്തിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുചെന്നു. കാരണം സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ ബേസിക് യൂണിറ്റുകളാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് എല്ലാം സത്യമല്ലേ ചേട്ടാ? അല്ലേ? സ്വാഭാവികമായും ഇന്ന് നമ്മൾ ഈ തുള്ളുന്ന ഈ ഒരു സംസ്കാരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് ലെജിറ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുക പിന്നീട് അതൊരു DJ പാർട്ടികളിലേക്ക് ആ രീതിയിലേക്ക് പോകും. നിങ്ങൾക്ക് എന്താ മാഷെ പ്രാന്തുണ്ടാ? മനസ്സിലാക്കുന്നിടത്തോളം ഇത് കൊളംബിയയിൽ നിന്നാണ് എന്നാണ്, അല്ലെ? കൊളംബിയൻ ഡാൻസർ ആയിട്ടുള്ള ബെറ്റോ പെരസ് ആണ് ഇതിന്റെ ഉപജ്ഞാതാവ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ ഏതാണ്ട് 180 രാജ്യങ്ങളിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഒരു വിനോദ കായിക ഇനമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഞാൻ സാക്ഷി. അതിൽ ഏത് തരത്തിലുള്ള അധപ്പതനം ഉണ്ടാകുമെന്നാണ് താങ്കൾ പറയുന്നത് എന്നതിൽ എനിക്കിപ്പോഴും ഒരു വ്യക്തതയില്ല. എനിക്ക് മാഷ നല്ല വിശ്വാസമാണ്. നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഡാൻസ് മാത്രമല്ല, ഡാൻസ് അതിൽ വ്യായാമം ഉണ്ട്. കുറെ ആൾക്കാർ പറഞ്ഞു വ്യായാമത്തിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നത്. വ്യായാമം ചെയ്യുന്നതിൽ എന്താ കുഴപ്പം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യായാമം ചെയ്യുന്നതിന് കുഴപ്പമുണ്ട് നമ്മൾ ആരും പറയുന്നില്ല. ഈ പാനലിലുള്ള ആരും അങ്ങനെ പറയുന്നില്ല. രണ്ട് പണിക്കരെ വെറും പഴഞ്ചനാക്കല്ലേ പിള്ളേച്ചാ. മറിച്ച് സൂംബ ഡാൻസ് കൊണ്ടുവരുമ്പോൾ അതിന് അതിന്റേതായിട്ടുള്ള കൾച്ചറൽ എലമെന്റ് ഉണ്ട്. അതിൽ പിന്നെ നമ്മൾക്ക് ഒരു സമുദായത്തിന് അതിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള കൾച്ചറൽ എലമെന്റ് ഉണ്ടാവും. ഒരു നിമിഷം, എന്തെങ്കിലും തരത്തിലുള്ള സാംസ്കാരികമായ അധാർമികത താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ആധുനിക വൈദ്യശാസ്ത്രത്തെ കുറിച്ച് പറയുമ്പോൾ അതിൽ മുസ്ലിങ്ങളുണ്ട് എന്നതിന് എന്താണ് പ്രാധാന്യം? കാര്യമായിട്ട് സംസാരിക്കുമ്പോ അലമ്പുണ്ടാക്കാണ്ടിരിക്കേണ്ട പിള്ളേച്ച ഒരു പ്രാധാന്യമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്. അതായത് വിവിധ സംസ്കാരങ്ങളിലെ അത് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മുസ്ലിങ്ങൾ അടക്കമുള്ള സംസ്കാരങ്ങളിലുണ്ട്. എന്നാൽ അതിലുള്ള ഓരോ വിഷയങ്ങളും പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ടാണ് മോഡേൺ മെഡിസിൻ എന്ന് പറയുന്നത്. സൂംബ ഡാൻസിന് അങ്ങനെ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലല്ല കൊണ്ടുവന്നത്. അറിഞ്ഞോണ്ടൊരു പാവത്തിന് പറ്റിക്കായിരുന്നു അല്ലേ? എല്ലാവരും ഇവിടെ ഈ പാനലിൽ ഇരിക്കുന്ന എല്ലാവരും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ലഹരിക്കെതിരാണ്. അപ്പൊ എല്ലാവരും ഒരുമിച്ച് ലഹരിക്കെതിരെ എല്ലാവർക്കും ഒന്നായി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ തന്നെ അതിൽ ഒരു വിഭാഗം ഞങ്ങൾക്ക് കൾച്ചറലി ഇന്ന എലമെന്റുകൾ അതിൽ ശരിയായി തോന്നുന്നില്ല എന്നൊരു അഭിപ്രായം പറയുമ്പോൾ ഞാൻ ധരിക്കുന്ന ഇപ്പോൾ ധരിച്ചിട്ടുള്ള വസ്ത്രമോ, ഞാൻ മെഡിക്കൽ പിന്നെ കോളേജിൽ പിന്നെ പഠിക്കുന്ന സമയത്ത് ധരിക്കുന്ന കോട്ടോ, അതൊന്നും എന്റെ സംസ്കാരത്തിന് വിരുദ്ധമല്ല. 4 പേര് കൂടുമ്പോ ഒരുമാതിരി മറ്റേ വർത്തമാനം പറയുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. താങ്കൾ ഷാർപ്പായി പറയും, എന്താണ് സൂംബ ഡാൻസിലെ സാംസ്കാരിക വിരുദ്ധത എന്താണ്? മാഷ് ആളൊരു ധീരനായതുകൊണ്ടും കിംവദന്തികളിൽ വീഴുന്ന ആളല്ലാത്തത് കൊണ്ടും. തീർച്ചയായും അതില് സാംസ്കാരിക വിരുദ്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെതായിട്ടുള്ള ചില പിന്നെ തുള്ളലുകൾ, പാടലുകൾ, അതിൽ ഉപയോഗിക്കുന്ന മ്യൂസിക്കുകൾ, ഇതിനൊക്കെ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ടെങ്കിൽ ഒരു സുപ്രധാന തീരുമാനം എടുത്തിരിക്കുകയാണ്. നൃത്തം ഏത് തരത്തിലാണ് സാംസ്കാരികമായി തെറ്റായി മാറുന്നത്? വ്യായാമം ഏത് തരത്തിലാണ് സാംസ്കാരികമായ പിഴവായി മാറുന്നത്? അതറിയിക്കാനാണ് മാഷ ഞങ്ങൾ ഇങ്ങോട്ട് വരുത്തിയത്.
പിന്നെ വ്യായാമം ഓക്കെയാണ്, വ്യായാമത്തിന് എല്ലാവരും അനുകൂലമാണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. താങ്കളിപ്പോ പിന്നെ സ്ട്രോവാൻ അടിക്കണം, ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ വ്യായാമം പാടില്ല, അത് പിന്നെ സംസ്കാരത്തിനെതിരാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതല്ല ഏതല്ല മറ്റ് എലമെന്റുകൾ, ഇതിലുള്ള മറ്റ് എലമെന്റുകൾ ഏതെങ്കിലും വിഭാഗത്തിന് അതിൽ പിന്നെ ആ എലമെന്റ് ഏതാന്ന് കൂടി ഒന്ന് പറയാമോ? ആ എലമെന്റ് ഏത് വിഭാഗത്തിന് എതിർപ്പ് എന്ന് പറയാമോ? എന്തൊക്കെ അത്യാഹിതങ്ങൾ നടക്കാനിരുന്നതാ. ഇവിടെയുള്ള ഒരുപാട് വിഭാഗത്തിന് ഇപ്പൊ ഏറ്റവും അല്ല, എലമെന്റ് എന്താണ്? എലമെന്റ് എന്താണ്? അതിലെ എന്ത് എലമെന്റ് ആണ് പ്രശ്നം? അതിപ്പോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. സൂംബയിലെ എന്ത് എലമെന്റ് ആണ് പ്രശ്നം? ഞാൻ പറഞ്ഞല്ലോ, അതായത് ഞാൻ ആദ്യം ഉദ്ധരിച്ച ഉദാഹരണം തന്നെ അതിന് പിന്നെ പ്രസക്തമാണ്. അത് മാത്രം പറഞ്ഞാൽ മതി. അത് ഒരു പ്രശ്നമാണ്, അത് ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞത് പ്രശ്നമാണ് തന്നെയല്ലേ അർത്ഥം? അവിടെ ശ്രീ ഹിലാൽ, ഇതാ താങ്കൾ ഒരു മെഡിക്കൽ വിദ്യാർത്ഥി ആയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കേണ്ടത്. പുല്ലോ ആ കാര്യം എന്നേക്കാൾ കൃത്യമായിട്ട് കുഞ്ഞിരാമൻ ചേട്ടൻ അറിയാം. വരാനുള്ളത് വഴി തങ്ങൂലല്ലോ. വരട്ടെ.